വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതായി മാറുകയാണെങ്കിൽ എടുക്കോ സ്നിക്കേഴ്സ്, കഴിക്കൂ സ്നിക്കേഴ്സ്. ഇനിയിപ്പോൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ എന്തുവാ, നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ പോരെ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ സ്നിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം കപ്പലണ്ടിയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു തടി വെച്ചിട്ട് ഇടിച്ച് പൊടിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പീനട്ട് ബട്ടറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഹോം മെയ്ഡ് തയ്യാറാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ അലുമിനിയം ഫോയിലാണ് വെച്ചത്. അപ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി പാടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള കപ്പലണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രീസറിലേക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കാരമൽ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്പം ഒന്ന് കട്ടിയാക്കി എടുക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ പിന്നീട് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല കുറുക്കി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം തണുത്തതിന് ശേഷം കുറച്ചുകൂടി കട്ടിയായി കിട്ടുന്നതായിരിക്കും. ആ ഒരു സമയത്ത് ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് ഇതിനൊരു ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് ഡീമോൾഡ് ചെയ്ത് എടുക്കുകയാണ്. അലുമിനിയം ഫോയിൽ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ബട്ടർ പേപ്പറിൽ ഇതൊഴിച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഇതുപോലെ അവിടെ ഒട്ടിയിട്ടാണ് ഇരുന്നത്. പിന്നെ ഞാനതൊക്കെ ഇളക്കിയെടുക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തിരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ കാരമലിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നല്ല ഹാർഡായിരുന്നാലേ നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബാറായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മുങ്ങി വരുന്ന പോലെ നമുക്കിതുപോലെ ഫോർക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഒരു വര പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ഫ്രീസറിലേക്ക് വെച്ച് നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 10-15 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് സെറ്റായി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തിരിക്കുന്ന ചോക്ലേറ്റൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ വീട്ടിൽ കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നിക്കേഴ്സാണ്. ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.